അതെ, നമസ്കാരം. പ്രഭാഷണം തുടരാൻ. ഉത്തരം മുട്ടുമ്പോൾ ഒരാളെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന ഒരു സംസ്ഥാനത്താട്ടോ നമ്മൾ ജീവിക്കണേ. അതായത് വേറൊന്നുമല്ല, മാധ്യമപ്രവർത്തകർ പല ക്വസ്റ്റ്യനും ചോദിക്കും അല്ലേ, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ ആ മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വായി തോന്നണ കോതയ്ക്ക് പാട്ട് അതുപോലും പറയാതെ അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ കോമാളി അല്ലേ. ഒരു സൈഡിൽ തോറ്റതെങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തോൽവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു അവതാരം വന്നേക്കാണ്. ഇലക്ഷന് നിസ്സാര മാസങ്ങളുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഇലക്ഷൻ ഫുള്ള് പരാജയം, അടുത്ത ഇലക്ഷൻ ആകുമ്പോഴെങ്കിലും പാർട്ടിയെ ഒന്ന് ശാക്തീകരിക്കാൻ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതുപോലുള്ള അജ്ഞാത ജീവികൾ വന്ന് ഈ പാർട്ടിയെ വീണ്ടും തളർത്തുകയാണ് അല്ലേ. ഒരു സൈഡിൽ പൊക്കിക്കൊണ്ട് വരാൻ നോക്കുന്നു, മറു സൈഡിൽ ധാർഷ്ട്യം. ഞാൻ ചോദിക്കുന്നത്, ഒരു തീവ്രവാദി എങ്ങനെയാണ് നാട്ടിൽ സ്വൈര്യ വിഹാരം നടത്തുന്നത്? അതുപോലെ തന്നെ ഒരു ചാനലിലൊക്കെ ഒരു റിപ്പോർട്ടറായിട്ടൊരു തീവ്രവാദിയെ വെച്ചിരിക്കുന്ന ചാനലിനെയൊക്കെ എന്താ നമ്മൾ വിളിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ തീവ്രവാദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും കേരളത്തിലും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇറങ്ങി നടക്കാനോ അങ്ങനെ ആരെങ്കിലും ഇറങ്ങി നടക്കുന്നതായിട്ട് ആർക്കെങ്കിലും അറിയോ? ഒരാളെ ഇറങ്ങി നടക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിലെ ആ മാധ്യമപ്രവർത്തകനാണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അപ്പം നമ്മളൊക്കെ ചോദിച്ചാൽ എന്ത് ഉത്തരം ഇവർ തരും? അദ്ദേഹം അല്ലെങ്കിൽ അവർ അത്ര ഏറെ പഠിച്ചിട്ട്, ജേർണലിസം പഠിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തനം നേരത്തെ എന്തൊക്കെയോ മതപരമായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് അല്ലെങ്കിൽ പറഞ്ഞ കാലത്ത് അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പം ഈ ചോദിക്കുന്ന എന്താ ചോദിച്ചേ? സർക്കാർ അനുവാദം തരണം എന്ന് രാഷ്ട്രീയ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ ആ സർക്കാരല്ലേ ഭരിക്കുന്നത് എന്ന് ചോദിച്ചതിന് പിന്നെ ആൻസറില്ല. വളരെ വളരെ നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ഇലക്ഷന് മുമ്പ് ഇപ്പം ഈ പാർട്ടിയിൽ ഉടലെടുക്കുന്നത്. ഒന്നേ പറയാനുള്ളൂ, ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഇലക്ഷൻ ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ.